ഹരീഷിന് ചില സംശയങ്ങളൊക്കെ തോന്നും. ഹരീഷ് പറയും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സുധിയെ ഗുണ്ടകളെ വീഡിയോ എടുക്കാണ്. സുധി പറയും അഴിച്ചു വിടറാ, ആര് പറഞ്ഞിട്ടാടാ നീയൊക്കെ ഈ വീഡിയോ എടുക്കുന്നത്. അയാളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സുധിയുടെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് അരുണിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. അരുൺ അത് കാണുമ്പോൾ സന്തോഷമാവും. അച്ഛനെ അമ്മയൊക്കെ കാണിച്ചു കൊടുക്കും. അച്ഛൻ പറയും നിധി ഇനി അവനെ കാണരുത്, അവളുടെ മുന്നേ ഇനി എന്നും അവനൊരു കള്ളനായിരിക്കണം, അവളുടെ ജീവിതത്തിലെ ഇനി അവൻ വേണ്ട. നിധി അങ്ങോട്ടേക്ക് വരുമ്പോൾ അരുൺ സുധിയെ കുറ്റം പറയാണ്. നിധി വരും വേറെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷേ സുധീഷ് മോഷ്ടിക്കില്ല. എനിക്ക് തോന്നുന്നത് വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോയെന്നാ. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാലോ, അവർ കണ്ടുപിടിക്കട്ടെ. അച്ഛൻ പറയും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല, അക്കൗണ്ടിൽ കാണിക്കാത്ത പണമൊക്കെ ഉണ്ട് ഇതിൽ, അത് ബിസിനസ്സിലൊക്കെ പതിവാണ്. നിധി പിന്നെയും സുധിയെ വിളിക്കാനൊക്കെ നോക്കും, പക്ഷെ കിട്ടുന്നില്ല. നിധി സുധിക്ക് വോയിസ് അയക്കുന്നത് അമ്മ കേൾക്കുമ്പോൾ അമ്മ വന്ന് ചോദിക്കും അവനും അവൻ്റെ കുടുംബവും നിനക്ക് എന്താടി ചെയ്തത്, ഒരു 4 മാസം തികച്ച് നീ ആ വീട്ടിൽ നിന്നിട്ടുണ്ടോ, അവനെ അവൻ്റെ കുടുംബത്തെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. നിധി എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അമ്മ പറയും കല്യാണത്തിന് മുന്നേ നിന്നെ പറഞ്ഞു പറ്റിച്ചവനെ പണം കാണുമ്പോൾ അതും കൊണ്ട് പോകാനാണോ പാട്, അവനതും കൊണ്ട് എവിടെ വരെ പോയാലും അച്ഛൻ അവനെ കണ്ടെത്തും, അവന് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാൻ നിധി തയ്യാറല്ല. അമ്മ പോയി കഴിയുമ്പോൾ നിധി സുധിയോടൊപ്പമുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. നിധി ഇങ്ങനെ പറയും സുധി അങ്ങനെ ചെയ്യില്ല, സുധി അങ്ങനത്തെ ഒരാളല്ല. ഹരീഷ് വീട്ടിൽ വന്നിട്ട് സുഭാഷിനോട് ചോദിക്കും സുധീഷ് ഏട്ടൻ അങ്ങനെ വിളിച്ചിരുന്നു. നികേശ്വരും രാവിലെ വിളിച്ചതാണല്ലോ, കുറച്ച് നേരത്തെ വിളിച്ചിട്ടേ കിട്ടിയതുമില്ല. ഹരീഷാണെങ്കിൽ ആകെ ടെൻഷനില്ല. സുഭാഷ് പറയും നികേഷേ നീ ഒന്ന് വിളിക്ക്. നികേഷ് വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. സുഭാഷ് ഹരീഷിനോട് ചോദിക്കും എന്താടാ കാര്യം. ഹരീഷ് പറയും ഏടത്തി കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, സുധീഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ്. സുഭാഷ് നികേഷിനോട് പറയും നീ നിധിയെ ഒന്ന് വിളിക്ക്. നിധിയെ വിളിച്ചിട്ട് നികേഷ് കാര്യം ചോദിക്കുകയാണ്. നിധിയും ആകെ ടെൻഷനിലാണ്. സുഭാഷ് ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കും മോളെ സുധീഷ് എങ്ങോട്ടാണ് പോയത്. നിധി പറയും അറിയില്ല സുഭാഷ് ഏട്ടാ, അച്ഛനെന്തോ കാര്യത്തിന് വേണ്ടി സുധിയെ പുറത്തയച്ചതായിരുന്നു, ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വരേണ്ടതാ, പക്ഷേ ഇതുവരെയായിട്ടും സുധി വീട്ടിലെത്തിയിട്ടില്ല. പേടിക്കുന്നു വേണ്ട, ഞാനൊന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് നിധി കോള് വെക്കുകയാണ്. ഹരീഷ് പറയും ഇതിന് പിന്നിലെ അയാൾ തന്നെ. സുഭാഷ് ചോദിക്കും ആര്. എടത്തിയുടെ അച്ഛൻ, അവരെ രണ്ടാളെയും ഒരാഴ്ച കൊണ്ട് പിരിക്കുന്നു, അയാൾ സുധീഷ് ഏട്ടനോട് പറഞ്ഞതാ. സുഭാഷ് ചോദിക്കും എന്നിട്ട് നീ എന്താടാ ഇത് എന്നോട് പറയാഞ്ഞത്, അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ഒരിക്കലും അങ്ങോട്ട് വിടില്ലായിരുന്നു. ഹരീഷ് പറയും സുധീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു ആരോട് പറയണ്ടാന്ന്. ഇന്നലെ രാവിലെ വിളിച്ചപ്പോഴും സുധീഷ് ഏട്ടൻ പറഞ്ഞത് ഏടത്തി ഉള്ളപ്പോൾ ഒരു സ്വഭാവവും ഇല്ലാത്തപ്പം മറ്റൊരു സ്വഭാവമാണെന്നാ. ഇതൊക്കെ കേൾക്കുമ്പോൾ പുറത്തിരിക്കുന്ന അച്ഛൻ എണീറ്റിട്ട് അകത്തേക്ക് വരികയാണ്.